ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് കൈകളിലും മുതുകിൻ്റെ ഭാഗത്ത്, അതായത് കഴുത്തിൻ്റെ പുറകിലുള്ള ഭാഗത്തും ബാക്കിലും ബട്ടക്സിൻ്റെ നിതംബത്തിൻ്റെ ഭാഗത്തും തുടയുടെ പുറകിലുമെല്ലാം തന്നെ സ്കിന്ന് വളരെ റഫായിട്ട് കുരുകുരുപ്പായിട്ട്, അതായത് ചെറിയ കുരുക്കൾ പോലെ കാണുന്ന ഒരവസ്ഥ. പലരും ഇത് മോക്കുരുവാണെന്നോ ശരീരത്തിൽ വരുന്ന കുരുവാണെന്നോ വിചാരിക്കും. പക്ഷേ നമ്മൾ കൈവച്ച് തടകി നോക്കിയാൽ കുറച്ച് റഫായിട്ട് ചെറിയ കുരുക്കളായിട്ട് നമ്മൾ ഈ മണൽ വാരി വിതറിയത് പോലെ കുരുക്കൾ കാണുന്ന ഒരവസ്ഥ. ചിലർക്ക് ഇതൊരല്പം ചുവപ്പ് നിറം കാണും, ചിലർക്ക് നിറമൊന്നും കാണത്തില്ല, സ്കിന്നിൻ്റെ നിറമായിരിക്കും, ചിലർക്ക് കറുത്ത നിറത്തിലായിരിക്കും ഈ കുരുക്കൾ കാണുന്നത്. പലപ്പോഴും പൊതുസ്ഥലത്ത് വെച്ച്, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, പയ്യന്മാർക്കെല്ലാം തന്നെ ഷർട്ട് അഴിക്കാൻ പറഞ്ഞാൽ ഇവർ അഴിക്കത്തില്ല. കാരണം മുതുകിൽ നിറയെ ഇത്തരത്തിലുള്ള കുരുക്കളായിരിക്കും. പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷോൾഡറിന് താഴേക്ക് കൈകൾ മറച്ചിട്ട്, പലപ്പോഴും കൈകളിൽ ഇരുവശത്തും ഇത്തരത്തിൽ ചെറിയ ഈ കുരുക്കൾ ഉള്ളത് കൊണ്ട് ഇവർക്ക് കൈ മറയ്ക്കുന്ന ഉടുപ്പ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ്. അതേപോലെ തന്നെ പലർക്കും ഇന്നത്തെ യുവാക്കളിൽ ബട്ടക്സിന്റെ ഭാഗത്ത്, നിതംബത്തിന്റെ ഭാഗത്ത് മാർദ്ദവം ഉണ്ടാകത്തില്ല. നിതംബത്തിന്റെ ഫോൾഡുകളിലെല്ലാം തന്നെ കൈവച്ച് തടകി നോക്കിയാൽ ചെറിയ കുരുക്കൾ പോലെ, മുള്ളുകൾ പോലുള്ള ചെറിയ കുരുക്കൾ കാണുന്ന ഒരു അവസ്ഥ. ഇത് വളരെ കോമൺ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പലപ്പോഴും ഡോക്ടർമാരെ കണ്ടാൽ അവർ തൽക്കാലത്തേക്ക് വല്ല ഓയിൻമെന്റ് കൊടുക്കും, വീണ്ടും ഈ ഒരു അവസ്ഥ വിട്ടുമാറാതെ നിൽക്കുന്നു. ഹൈപ്പർ കെരാറ്റോസിസ് പിളാരിസ് അഥവാ ചിക്കൻ സ്കിൻ എന്ന് വിളിക്കുന്ന വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണിത്. എന്തുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ കോമൺ ആയിട്ട് വരുന്നത് എന്ന് വിശദീകരിക്കാം. നമ്മുടെ സ്കിന്നിൻ്റെ, നമ്മുടെ ചർമ്മത്തിൻ്റെ പുറമെ ഒരു പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുന്ന കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്കിന്നിലേക്ക് പ്രത്യേകിച്ച് ചെറിയ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സ്കിന്നിൽ മാത്രമല്ല, നമ്മുടെ മുടിയിലും ഈ കെരാറ്റിൻ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. എന്നാൽ നമ്മുടെ സ്കിന്നിൽ ചില ഭാഗങ്ങളിൽ ഈ കെരാറ്റിൻ കൂടുതലായിട്ട് വന്നങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഭാഗത്ത് ഈ കെരാറ്റിൻ വന്ന് അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ രോമകൂപയിലെ ഹെയർ ഫോളിക്കിളിന് അതിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. രോമകൂപത്തിന് ചുറ്റും, ഹെയർ ഫോളിക്കിളിന് ചുറ്റും ഈ കെരാറ്റിൻ ടിഷ്യൂസ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടുന്നു. ഇതാണ് പലപ്പോഴും കുരുക്കൾ പോലെ കാണുന്നത്. ചിലർക്ക് ഇതൊരു മോക്കുരു പോലെ ഒന്നു വരാം. ചിലർക്ക് നമ്മൾ ചൊറിയുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ചെറുതായിട്ട് ഇളകിപ്പോയി എന്ന് വരാം. ഇങ്ങനെ കാണുന്ന ഈ കെരാറ്റോസിസ് പിളാരിസ് ഒരുപാട് പേരിൽ പലപ്പോഴും ഒരു ചെറിയൊരു കളർ ചേഞ്ചോടുകൂടി, നമുക്കിവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ കളർ ചേഞ്ചോടുകൂടി കണ്ടുവന്ന് വരാം. ഇത് ചിലർക്ക് ചെറിയ ചൊറിച്ചിലുണ്ടാക്കും, ചിലർക്ക് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. ചിലർക്ക് ഇത് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ചെറിയ എരിച്ചിൽ പോലെയോ ഒരു ഇറിറ്റേഷനോ ഈ ഭാഗത്ത് ഫീൽ ചെയ്തൊന്നും വരാം. ഈ ചിക്കൻ സ്കിന്നിൻ്റെ കെരാറ്റോസിസ് പിളാരിസിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനം, ഒറ്റ നോട്ടത്തിൽ നമുക്ക് സ്കിന്നിൽ വരുന്ന ഈ ചേഞ്ച്, ഇതെന്താണ്, എന്തെങ്കിലും രോഗമാണോ, പകരുന്ന എന്തെങ്കിലും രോഗമാണോ എന്ന് മറ്റുള്ളവർ ചോദിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ചിലർക്ക് ഇത് ചൊറിച്ചിലോ മറ്റു ബുദ്ധിമുട്ടോ സൃഷ്ടിച്ചു എന്ന് വരാം. നമ്മുടെ സ്കിന്നിന് നോർമലായിട്ടുള്ള ഒരു മാർദ്ദവം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിതംബത്തിൻ്റെ ഭാഗത്തോ തുടയിലോ എല്ലാം തന്നെ മാർദ്ദവം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇത് കണ്ടുവന്ന് വരാം. ഇത് വരുന്നതിന്, അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസും റിസർച്ചുകളും നടക്കുന്നുണ്ട്. മെയിനായിട്ട് ഇത് കണ്ടുവരുന്നത് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുള്ള, അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ ശേഷി, നമ്മുടെ പ്രതിരോധ കോശങ്ങൾ നമ്മുടെ ശരീരത്തിന് തന്നെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ. ഓട്ടോ ഇമ്മ്യൂൺ രോഗ ടെൻഡൻസി ഉള്ളവർക്കാണ് ഇത്തരത്തിൽ ഹൈപ്പർ കെരാറ്റോസിസ് പിളാരിസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതാണ് കൂടുതലും പഠനങ്ങളിലും റിസർച്ചുകളിലും പറയുന്നത്. അത് ഒന്നുകിൽ നമുക്ക് ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉണ്ടെങ്കിലോ, എക്സിമ ഉണ്ടെങ്കിലോ, സോറിയാസിസ് ടെൻഡൻസി ഉണ്ടെങ്കിലോ എല്ലാം നമുക്കിത് കണ്ടുവന്ന് വരാം. പ്രത്യേകിച്ച് യുവാക്കളിലെല്ലാം തന്നെ തലയിൽ വിട്ടുമാറാത്ത താരൻ എന്ന് സാധാരണഗതിയിൽ പറയുന്ന ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്കറിയാം. പലർക്കും തലയിൽ അമിതമായിട്ട് ചൊറിച്ചിലോടുകൂടി കട്ടി പിടിച്ചതുപോലെ, പൊറ്റ പിടിച്ചതുപോലെ വരുന്ന താരൻ പോലെ സ്കിന്നിൽ പൊളിഞ്ഞിളകുന്ന, മുടിയോടുകൂടി പൊളിഞ്ഞിളകുന്ന ഒരവസ്ഥ. ഇത് വീണിട്ട്, ഈ താരൻ വീണിട്ട് കഴുത്തിൻ്റെ ബാക്കിലെല്ലാം തന്നെ ചെറിയ കുരുക്കൾ വരിക. ഇത്തരക്കാരിൽ ഈ ഹൈപ്പർ കെരാറ്റോസിസ് പിളാരിസ് കൂടുതലായിട്ട് കണ്ടുവന്ന് വരാം. അമിതവണ്ണമുള്ളവരിൽ കണ്ടുവന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അമിതമായിട്ട് വിയർക്കുന്നവരിൽ കണ്ടുവന്ന് വരാം. വിട്ടുമാറാതെ തുമ്മല്, ജലദോഷം പോലുള്ള ബുദ്ധിമുട്ടുള്ളവരിലോ, ആസ്മ പോലുള്ള ശ്വാസകോശ പ്രശ്നമുള്ളവരിലോ ഈ പ്രശ്നം കണ്ടുവന്ന് വരാം. തൈറോയ്ഡ് രോഗം, ഈ പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് ഒരുപക്ഷെ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഈ പ്രശ്നം കണ്ടുവന്ന് വരാറുണ്ട്. ബേസിക് ആയിട്ട് നമുക്കൊരു ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെല്ലാം തന്നെ നിങ്ങൾക്കറിയാം, സ്കിന്നിന്റെ പല ഭാഗത്തും ഈ വരണ്ട ഒരു ചർമ്മം കാണുന്ന ഒരവസ്ഥ. ഈ ടെൻഡൻസി ഉള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ, അവർക്കൊരു ടീനേജ് ആകുന്ന സമയത്ത് സ്കിന്നിൽ ഇത്തരത്തിൽ ഹൈപ്പർ കെരാറ്റോസിസ് പിളാരിസ് കണ്ടുവന്ന് വരാറുണ്ട്. ഇനി ഈ പ്രശ്നമുള്ളവർക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. കാരണം ഇത്തരക്കാർക്ക് പ്രത്യേകിച്ച് പലപ്പോഴും ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ, യൂട്യൂബിൽ നോക്കുമ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒറ്റമൂലികൾ കാണാറുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇത് ഉപയോഗിച്ചാൽ പൂർണ്ണമായിട്ട് മാറാറില്ല, വീണ്ടും വരുന്നതാണ് കണ്ടിട്ടുള്ളത്. ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് ഈ ഭാഗം കൂടുതൽ ഡ്രൈ ആകുന്ന ഒരവസ്ഥ ഒഴിവാക്കുക.
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും നമ്മൾ കുളിക്കുന്ന സമയത്ത് അമിതമായിട്ട് വെള്ളത്തിൽ കൂടുതൽ നേരം, പ്രത്യേകിച്ച് ഇതൊക്കെ അഴുക്ക് പറ്റിയിരുന്നിട്ട് വരുന്നതാണ്, നന്നായിട്ട് കുളിച്ചാൽ പോകും, സോപ്പ് തേച്ചൊരച്ച് കഴുകുമെന്ന് വീട്ടുകാരൊക്കെ പറയുമ്പോൾ ഇതുപോലെ പോയി കുളിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം കുറയത്തില്ല, കൂടുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം കൊണ്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ച് പെട്ടെന്ന് കുളിച്ച് കയറുക. കൂടുതൽ സമയം വെള്ളത്തിൽ നിൽക്കാൻ പാടില്ല. കാരണം ഡ്രൈനെസ്, നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് വർദ്ധിപ്പിക്കും നമ്മൾ കൂടുതൽ നേരം വെള്ളത്തിൽ നിന്നാൽ. ചെറിയ സമയം കൊണ്ട് കുളിക്കുക. നമ്മുടെ സ്കിന്ന് കുളിച്ച് തുടച്ചതിന് ശേഷം ഈ കംപ്ലൈൻ്റ് ഉള്ള ഭാഗത്ത് ഒരു മോയ്സ്ചറൈസർ പുരട്ടുക. നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കറ്റാർ വാഴയുടെ ജെല്ല് പുരട്ടാം. ഇനി അതല്ല, നിങ്ങൾക്ക് വാസലൈൻ മേടിച്ചിട്ട് വാസലൈൻ്റെ ഒപ്പം തന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ മേടിക്കാൻ കിട്ടും. കുറച്ച് വാസലൈൻ എടുത്ത് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് മിക്സ് ചെയ്ത്, കാരണം വൈറ്റമിൻ ഇക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മുടെ ഉള്ളിലേക്കും വൈറ്റമിൻ ഇയുടെ ഫുഡുകൾ കഴിക്കുന്നത് നല്ലതാണ്. ഞാൻ അതിനെപ്പറ്റി വഴിയെ ഡയറ്റിൽ പറയുമ്പോൾ വിശദീകരിക്കാം. സോ ഈ ഒരു കോമ്പിനേഷൻ, ഈ വൈറ്റമിൻ ഇയും വാസലൈനും മിക്സ് ചെയ്ത കോമ്പിനേഷൻ നമുക്ക് ഈ പ്രശ്നമുള്ള ഭാഗത്ത് ഇടയ്ക്ക് പുരട്ടുന്നത് നല്ലതാണ്. ഈ സ്കിന്നിൻ്റെ പ്രോബ്ലം കുറയാനായിട്ട് സഹായിക്കും. മാത്രമല്ല, ഈ ഹൈപ്പർ കെരാറ്റോസിസ് പിളാരിസ് ഉള്ള ഭാഗത്ത് നിങ്ങൾ കൂടുതൽ ചൊറിയുകയോ മാന്തുകയോ ഇത് ചുരണ്ടി ഇളക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് നമുക്ക് ഈ കംപ്ലൈൻറ്റ് കൂട്ടാനോ സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരാനോ ആ ഭാഗത്തുള്ള ഹെയർ ഫോളിക്കുള്ള ബാക്ടീരിയൽ പ്രോബ്ലംസ് വരാനോ എല്ലാം കാരണമാകും. മാത്രമല്ല, ഈ ഭാഗത്ത് നിങ്ങൾ പരസ്യത്തിൽ കാണുന്ന പല ക്രീമുകളും വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ശീലം ചിലപ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇത്തരം കംപ്ലൈൻറ്റ് ഉള്ളവർ എപ്പോഴും ഡ്രസ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിലായിട്ടൊരു കോട്ടൺ ഡ്രസ്സ് ഉപയോഗിക്കുക. വിയർപ്പ് കൂടുതൽ അബ്സോർബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള ഇറിറ്റേഷൻ വരുന്നത് കുറയും. കഴിയുന്നത്ര ടൈറ്റ് ഡ്രസ്സുകൾ, ഇറുകിയ വസ്ത്രങ്ങൾ ഈ അസുഖം ഉള്ളവർ, ഈ കംപ്ലൈൻറ്റ് ഉള്ളവർ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ ഹൈപ്പർ കെരാറ്റോസിസ് പിളാരിസ് ഉള്ളവർ ഭക്ഷണത്തിൽ എന്തെല്ലാം മാറ്റം വരുത്തുന്നതെന്ന് വിശദീകരിക്കാം. ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, സ്കിന്നിന് ഡ്രൈനെസ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഈ പ്രശ്നം വർദ്ധിപ്പിക്കുന്നത്. സ്കിന്നിന് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതോ ഇല്ലെങ്കിൽ സ്കിന്നിന് അമിതമായിട്ട് എണ്ണമയം പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥികൾ ഓവറായിട്ട് വർക്ക് ചെയ്താൽ, അതായത് സെബേഷ്യസ് ഗ്രന്ഥികൾ ഓവറായിട്ട് വർക്ക് ചെയ്യുക, ഉദാഹരണത്തിന് മുഖത്ത് അമിതമായിട്ട് എണ്ണമയം കാണുന്ന ടെൻഡൻസി ഉള്ളവർക്ക് ഇത് വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹൈ കാർബ് ഡയറ്റ്, പ്രത്യേകിച്ച് പഞ്ചസാര പോലുള്ള മധുരം ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. കാരണം ഇത് ഈ ഹൈപ്പർ കെരാറ്റോസിസ് പിളാരിസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാർബ് ഡയറ്റ്, അതായത് അന്നജത്തിൻ്റെ ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തത്, വെള്ളം നിങ്ങളുടെ ശരീരം എത്രത്തോളം ഹൈഡ്രേറ്റ് ചെയ്യുമോ ദിവസം ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക. ഇത് സ്കിന്നിൻ്റെ ഇത്തരം ടെൻഡൻസി കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഭക്ഷണത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ബദാം, വാൽനട്ട് പോലുള്ളവ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൈറ്റമിൻ ഇയുടെ സാന്നിധ്യമുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഈ സ്കിന്നിനെ ബെറ്റർ ആക്കാൻ സഹായിക്കും. നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എഗ്ഗ്, മുട്ടയുടെ വെള്ള കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് മത്സ്യം, ഈ ചാള, ചൂര, അയല പോലുള്ളവ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഓയിൽ, നിങ്ങൾ ഒലിവ് ഓയിൽ ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ബിക്കോസ് ഇതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. പച്ചക്കറികളും പഴങ്ങളും ഇലവർഗ്ഗങ്ങളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. എപ്പോഴും നിങ്ങൾക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമുണ്ടെങ്കിൽ ആ ഓട്ടോ ഇമ്മ്യൂൺ രോഗം മാനേജ് ചെയ്യുന്ന ഒരു ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്താൽ നമുക്ക് ഈ ചിക്കൻ സ്കിന്ന്, ഹൈപ്പർ കെരാറ്റോസിസ് നല്ല രീതിക്ക് ഗണ്യമായിട്ട് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. ഇതോടൊപ്പം എല്ലാ വൈദ്യശാസ്ത്രത്തിലും ഈ ഹൈപ്പർ കെരാറ്റോസിന് ഇന്ന് മരുന്നുകൾ ലഭ്യമാണ്. ഹോമിയോപ്പതിയിൽ ഈ ഹൈപ്പർ കെരാറ്റോസിന് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പലപ്പോഴും നമുക്ക് ഈ ശരീരത്തിൽ ഇത്തരത്തിൽ ഹൈപ്പർ റിയാക്ഷൻ വന്നിട്ട് സ്കിന്ന് വല്ലാണ്ട് ചുമന്ന് വരുന്ന കണ്ടീഷൻസ് എല്ലാം തന്നെ ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ കുറഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട്. നല്ലൊരു ഡോക്ടറെ സമീപിച്ച് കുറച്ചു കാലം മരുന്ന് കഴിച്ചാൽ മതിയാകും. അപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഈ ഹൈപ്പർ കെരാറ്റോസിസ്, ചിക്കൻ സ്കിൻ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്കും യുവതികളിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സൗന്ദര്യ പ്രശ്നമാണ് ഞാനിവിടെ വിശദീകരിച്ചത്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.